വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഉദ്ദേശിച്ചത് രാവിലെ ആണെങ്കിലും ഇറങ്ങി വന്നപ്പോൾ ഉച്ചയായി. ഉള്ളുന്ന ചൂടാ, എന്നാലും ഫിറ്റ് മുഖ്യം ബിഗിലേ. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ് എന്റെ കുഞ്ഞാനിയൻ ആൻഡ് അനിയത്തി. തലേന്ന് തൊട്ടേ വൻ പ്ലാനിങ് ആയിട്ടുള്ള ഒരു യാത്രയാണിത്. ഈ ഫ്രണ്ടിലിരിക്കുന്ന മമ്മിജി ഉണ്ടല്ലോ, ഞങ്ങളുടെ സെയിം വൈബാണ്. അങ്ങനെ ഫസ്റ്റ് സ്പോട്ട് സൂഡിയോ ആയിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ പർച്ചേസിങ്ങിന് പോവാന്ന് പറയുന്നത് വളരെ റെയറാണ്. എനിക്ക് കുറച്ച് ടീഷർട്ട്സും ഷാനുവിന് കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കാനുണ്ടായിരുന്നു. ഞാൻ വരുന്നതിൽ ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കുമായിരുന്നു. അവർക്ക് ഞാൻ ഇത്താത്തയാണെങ്കിലും എനിക്ക് അവർ മക്കളാണ്. ഞങ്ങളുടെ 3 പേരുടെയും ബോണ്ടെന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ്. വിശന്ന് വലഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ അത്. പിന്നെ നെഹദീനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മട്ടനും ഗ്രിൽഡ് ബീഫും ഹണി ചിക്കനും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. 3 ആളും കൂടിയ ട്രോളലാണ് ഞങ്ങളുടെ മെയിൻ. പിന്നെ UK വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് അതങ്ങോട്ട് കഴിച്ചു തീർത്തു. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മമ്മി ഡീസൻ്റാണ്. പിന്നെ നോക്കിയില്ല, മിണ്ടയില്ല, ഒന്നുമില്ല. മട്ടൻ ഏതാ ബീഫ് ഏതാന്ന് അറിയാത്ത ആളാണ് ഫുഡ് റിവ്യൂ ചെയ്യുന്നത്. ഇവിടെ ഒരു പുതിയ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത്രേ. നിങ്ങൾ കഴിച്ചോ? എനിക്കിത് കുറച്ച് ഓവർ റേറ്റഡ് അല്ലേന്ന് തോന്നി. ഈവൻ നല്ല റേറ്റ് ഉണ്ടെങ്കിലും ഹൈപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ കയറിപ്പോക്കോളും. അപ്പൊ ഇതാണ് ഫസിയ ചോക്ലേറ്റ് കേക്ക്. എനിക്കൊരു കിൻഡർബ്യൂനോ ടേസ്റ്റ് ആണ് കിട്ടിയത്. പിന്നെ 670 റേറ്റും വരുന്നു. എത്രയൊക്കെ ഡ്രസ്സ് ഉണ്ടെങ്കിലും ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. യൂസ്ഡ് കയറി, പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് കയറി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി. ഇത് പിന്നെ മമ്മിജിയുടെ ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് ഇടപെടാൻ പോയില്ല. നമുക്ക് എന്താണോ അല്ലറ ചില്ലറ കഴിക്കാൻ അതൊക്കെ എടുത്തോണ്ട് പോകും. ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് ഫാമിലി ആയിട്ട് ഒരു പർച്ചേസിങ്ങിനൊക്കെ പോകുന്നത്. അതിനൊരു ഹാപ്പിനെസ് പക്ഷെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അമ്പോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തളർന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി.